പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ ദാദാബായി ഗോപബന്ധു തിലകോ ഗാന്ധിരാദ്രത രമണോ മാളവീയശ്ച ശ്രീ സുബ്രഹ്മണ്യ ഭാരതി എന്ന ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ദാദാബായ് നവറോജിയെക്കുറിച്ച് നാം പഠിച്ചു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട മഹാത്മാവ് ഗോപബന്ധു. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിഖ്യാതനായ ശ്രീ ഗോപബന്ധുദാസ് ഒഡിയമണി, അതായത് ഒഡീഷയിലെ രത്നം എന്നറിയപ്പെടുന്നു. 1877 ഒക്ടോബർ 9 ഒഡീഷയിലെ സുവാന്ത്രോ ഗ്രാമത്തിൽ യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് ഗോപബന്ധു ജനിച്ചത്. ആ കുടുംബം പണ്ട് രാജസ്ഥാനിൽ നിന്ന് വന്നവരായിരുന്നു. അച്ഛൻ ദ്വൈതാരിയും അമ്മ സ്വർണമയി ദേവിയുമായിരുന്നു. ആ നാട്ടിലെ നാടുവാഴിയുടെ ഒരു കീഴുദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ. ഗോപബന്ധുവിൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു. വലിയമ്മയാണ് വളർത്തിയത്. കടുത്ത യാഥാസ്ഥിതികനായിരുന്നെങ്കിലും ദ്വൈതാരിയുടെ ചിന്താഗതി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അനുകൂലമായിരുന്നു. അതിനാൽ മകനെ പാരമ്പര്യ തൊഴിൽ ചേർക്കാതെ സ്കൂളിൽ പഠിക്കാനയച്ചു. 12ാമത്തെ വയസ്സിൽ ഗോപബന്ധു വിവാഹിതനായി. അന്നത്തെ ആചാരം അങ്ങനെയായിരുന്നു. പുരിയിലെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ഡിറ്റ് രാമചന്ദ്ര രഥുമായി സമ്പർക്കത്തിൽ വന്നു. അതോടെ ഗോപബന്ധുവിൽ തീവ്ര സാമൂഹ്യ സേവന ഭാവവും ദേശഭക്തിയും വളർന്നു. പുരി ജഗന്നാഥ ഉത്സവ സമയത്ത് പ്ലേഗ് പരന്നപ്പോൾ ജനറൽ സർജനായിരുന്ന വെള്ളക്കാരനൊന്നും ചെയ്തില്ല. ശവങ്ങൾ സർവത്ര ചീഞ്ഞു നാറാൻ തുടങ്ങി. യുവാവായിരുന്ന ഗോപബന്ധു മിത്രങ്ങളെയും സുഹൃത്തുക്കളെയും ചേർത്ത് പുരി സേവാ സമിതി രൂപീകരിച്ച് രോഗികളെ ശുശ്രൂഷിക്കുവാനും ശവം മറവ് ചെയ്യുവാനും തുടങ്ങി. അതോടെ ഭരണകൂടവും രംഗത്തെത്തി. വെള്ളപ്പൊക്ക ദുരിത നിവാരണത്തിനായി വെള്ളപ്പൊക്ക സഹായ സമിതിയും അദ്ദേഹം രൂപീകരിച്ച് പ്രവർത്തിച്ചു. കൽക്കത്ത സർവകലാശാലയിൽ പഠിക്കുമ്പോൾ ഒഡിയ ഭാഷ പഠന വിഷയമാക്കാൻ വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന കാലത്ത് ഒഡീഷ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ബ്രജർ സുന്ദർ ദാസുമായി സമ്പർക്കത്തിലായി. ഇത് ഗോപബന്ധുവിനെ കോൺഗ്രസ് പ്രവർത്തനവുമായി അടുപ്പിച്ചു. ബംഗാളി മാത്രം പഠിപ്പിച്ചിരുന്ന സർവകലാശാലയ്ക്ക് ഗോപബന്ധുവിൻ്റെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. 1903 BA-യും 1904 BL-ഉം പാസ്സായി. BL ബിരുദം ലഭിച്ച അന്നു തന്നെ പത്നി മരിച്ചത് അദ്ദേഹത്തെ ദുഃഖത്തിലാഴ്ത്തി. മനസ്സിൽ തളം കെട്ടിയ ദുഃഖം അനാഥകലി എന്ന ഒരു കവിതയായി പുറത്തു വന്നു. പിന്നീടും അദ്ദേഹം നിരവധി കവിതകൾ എഴുതി ഒഡീഷ് ഭാഷയെ പോഷിപ്പിച്ചു. പ്രളയം വന്ന സമയത്ത് ഗോപബന്ധുദാസിൻ്റെ മകൻ ഗുരുതരമായി അസുഖം ബാധിച്ച് കിടക്കുകയായിരുന്നു. ആയിരങ്ങൾ സഹായത്തിനായി കേഴുമ്പോൾ അവരുടെ കരച്ചിൽ കേട്ടിട്ടും അനങ്ങാതിരിക്കാൻ വയ്യ. ഒരു മകൻ്റെ ദുഃഖം സഹിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മകനെ മരണശയ്യയിൽ ഉപേക്ഷിച്ച് ദുരിതാശ്വാസത്തിനിറങ്ങി. മകൻ്റെ മരണവാർത്തയെത്തിയപ്പോൾ അദ്ദേഹം ദുരിതാശ്വാസത്തിൻ്റെ കർമ്മരംഗത്തായിരുന്നു. ജഗന്നാഥൻ്റെ ഇച്ഛ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഉതിർന്ന വാക്കുകൾ. കട്ടക്കിലെ കോടതിയിൽ വക്കീലായി ചേർന്നു. ഗോപബന്ധു ദാസ് ഉപജീവനം നടത്തി. കോളറ ബാധിച്ച കാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അദ്ദേഹവും സഹപ്രവർത്തകരും ഇറങ്ങി. സമാജ സേവനത്തിന് യുവാക്കളെ സ്ഥിരമായി സജ്ജരാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനെ തുടർന്ന് യുവ ഉത്കൽ സമിതി ആരംഭിച്ചു. വ്യായാമവും ദേശഭക്തിയും പഠിപ്പിക്കുന്ന പാഠശാലകളായിരുന്നു അത്. അതിൻ്റെ ശാഖകൾ ഒഡീഷയിലെങ്ങും ആരംഭിച്ചു. വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരുമായി ചേർന്നാണ് ശാഖകൾ രൂപീകരിച്ചത്. ജഗന്നാഥ ക്ഷേത്രവുമായി സഹകരിച്ച് കുഷ്ഠരോഗ ചികിത്സാലയവും ആരംഭിച്ചു. അതോടൊപ്പം ഒരു വ്യായാമശാലയും. സത്യവാദി ജില്ലയിലെ സാക്ഷി ഗോപാൽ ക്ഷേത്രം വിദ്യാലയത്തിനായി 2 ഏക്കർ ഭൂമി ദാനം ചെയ്തു. അവിടെ അദ്ദേഹം ഗുരുകുല രീതിയിലുള്ള സത്യവാദി വനവിദ്യാലയം ആരംഭിച്ചു.
നിരവധി പ്രശസ്ത പണ്ഡിതന്മാർ അവിടെ പഠിപ്പിക്കുവാൻ തയ്യാറായി. കട്ടക് രേവൻ ഷോ കലാലയ പ്രാചാര്യൻ ലിബർട്ട് സെക്രട്ടറിയായി വിദ്യാഭ്യാസ നിധി രൂപീകരിച്ച് വനവിദ്യാഭ്യാസ മാതൃകയിൽ തൊഴിലിൻ്റെ മാന്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഗുരുകുല വിദ്യാഭ്യാസ രീതി പ്രചരിപ്പിക്കുവാൻ പദ്ധതി തയ്യാറാക്കി. ഇതിനായി കൽക്കത്തയിൽ നിന്ന് ധാരാളം ധനം ശേഖരിക്കുവാൻ ഗോപബന്ധുദാസിന് സാധിച്ചു. കട്ടക്ക് രേവൻ ഷോ കോളേജിൽ ബിരുദാനന്തര കോഴ്സുകൾ ആരംഭിക്കാൻ സാധിച്ചത് ഗോപബന്ധുദാസിൻ്റെ ശ്രമഫലമായിട്ടാണ്. അതോടൊപ്പം തന്നെ ICS പരീക്ഷയിൽ ഒഡീഷയിലെ യുവാക്കൾക്ക് നല്ല തോതിൽ വിജയിക്കാൻ വേണ്ട ഏർപ്പാടുകളും അദ്ദേഹം ചെയ്തു. പട്ന സർവകലാശാല സെനറ്റ് മെമ്പറായും അദ്ദേഹം കുറേ കാലം പ്രവർത്തിച്ചു. 1917 മുതൽ 1920 വരെ ഒഡീഷ നിയമസഭയിലെ അംഗമായും ഗോപബന്ധുദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒഡീഷ പ്രദേശങ്ങളെ ഏകീകരിക്കുവാനുള്ള ഒഡീഷ സമ്മിലൻ എന്ന പ്രയത്നത്തിലും അദ്ദേഹം സക്രിയമായിരുന്നു. 1919 അദ്ദേഹം സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1920 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയുമായി പരിചയപ്പെട്ടു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സന്നദ്ധ ഭടനായി ചേർന്ന അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണം ജയിലിലടക്കാൻ ശ്രമം തുടങ്ങി. 1920 ഒരു കേസിൽ 2 വർഷത്തേക്കും 1922 വീണ്ടും 2 വർഷത്തേക്കും അദ്ദേഹം തടവിലാക്കപ്പെട്ടു. ഇക്കാലത്ത് അദ്ദേഹം തടവുകാരൻ്റെ ആത്മകഥ എന്ന ദീർഘമായ ഒരു കവിത എഴുതി. ഈ സമയത്ത് പുരി ശങ്കരാചാര്യർ ആയിരുന്ന പ്രശസ്ത വൈദിക ഗണിത ഉപജ്ഞാതാവ് സ്വാമി ഭാരതീ കൃഷ്ണ തീർത്ഥയുമായി അദ്ദേഹം പരിചയപ്പെട്ടു. ഈ കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയതയുടെ തോത് വളർത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ദിവ്യ പരിവേഷം കൈക്കൊണ്ടു. സമാജ് എന്നൊരു പത്രം അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി നടത്തി. 1924 ലാലാ ലജ്പത് റായിയുടെ ക്ഷണമനുസരിച്ച് അദ്ദേഹം ഭാരത ഭൃജന സമിതി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ ചേർന്നു. ഒഡീഷ കോൺഗ്രസിൻ്റെ സ്ഥാപകനും അധ്യക്ഷനുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മറ്റൊരു പ്രസ്ഥാനവുമായി സഹകരിക്കുവാൻ വൈമുഖ്യമുണ്ടായിരുന്നില്ല. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്ന പ്രഫുല്ല ചന്ദ്ര റേ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ കണക്കിലെടുത്ത് അദ്ദേഹത്തെ ഒഡിയമണി എന്ന പട്ടം നൽകി ആദരിച്ചു. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം പുകഴ്ത്തി. പ്രസിദ്ധ വിദ്യാഭ്യാസ പ്രവർത്തകനും സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനും സമാജസേവകനുമായിരുന്നു ഗോപബന്ധുദാസ്. ഒഡീഷയുടെ ഏകീകരണം, വികസനം എന്നിവയ്ക്കായി അദ്ദേഹം സദാ നിലകൊണ്ടു. വെള്ളപ്പൊക്ക നിയന്ത്രണം, സ്വതന്ത്രമായി ഒഡീഷയിൽ ഉപ്പ് നിർമ്മാണ അവകാശം, ഗുരുകുല വിദ്യാഭ്യാസ പ്രചരണം, ഒഡീഷ ഭാഷാ വികസനം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രമുഖ കർമ്മ പദ്ധതികൾ. സ്വഭാഷയാണ് സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് അദ്ദേഹം ഉറച്ച് അഭിപ്രായപ്പെട്ടു. 1936 ഒഡീഷ സംസ്ഥാനം രൂപീകരിച്ചത്. 51 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നാടിന് നഷ്ടമായി. 1927 ജൂൺ 17 ആ നാടിൻ്റെ പ്രിയപുത്രൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. നാളെ നമുക്ക് ബാലഗംഗാധര തിലകനെ കുറിച്ചുള്ള പഠനമാണ് തുടരേണ്ടത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.